നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, ചായ. ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? ചോദിക്കുന്ന എന്തിനാ? അമ്മ ക്ഷീണിച്ചു വന്നാ കണ്ടറിഞ്ഞ് ചായ ഉണ്ടാക്കി തരേണ്ട കടമ എനിക്കില്ലേ? ഞാൻ ക്ഷീണിച്ചൊന്നും വന്നതല്ല. അത്ര വേഗം എന്നെ ക്ഷീണിപ്പിക്കാൻ ആർക്കും പറ്റിയല്ല. എന്തായാലും കൊണ്ടുവന്നല്ലേ, ഇതാ. പിന്നിന്നിവിടെ അമ്മയും അച്ഛനും വന്നായിരുന്നു. അമ്മ വരുമെന്ന് കരുതി കുറെ നേരം കാത്തിരുന്നു. ഉച്ച കഴിഞ്ഞാ രണ്ടുപേരും പോയത്. ആഹാ, സൽക്കാരവും സദ്യയൊക്കെ കഴിഞ്ഞിട്ടാ പോയെന്ന് പറ. അവർക്ക് നല്ല സന്തോഷാണല്ലോ. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മകളുടെ കല്യാണം അങ്ങ് കഴിഞ്ഞു കിട്ടി. ആരെയും കല്യാണത്തിന് ക്ഷണിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ആളും കോളും ആഡംബരവും ആയിട്ട് സ്വപ്നം കണ്ടതൊക്കെ നടന്നു. അതിനുവേണ്ടി ഓടിയതോ ഞാനും. അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാ അച്ഛൻ തിരിച്ചു പോകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഹോ, സത്യേട്ടന്റെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള അമ്മയുടെ ഓട്ടോക്കെ അച്ഛനും കണ്ടല്ലേ? അതെ, കണ്ടതാണ്. കൂടെ നിന്ന് എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവസാനം എന്നെ കാലുവാരി വീഴ്ത്തുന്നവരോടൊപ്പം അവനും അങ്ങ് ചേർന്നു. അതൊന്നും സുശീല ഒരിക്കലും മറക്കില്ല. അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ. അച്ഛനും ഞാനും സത്യേട്ടന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് ഇതിലും വലിയ നാണക്കേടുണ്ടാവുമായിരുന്നു. ഇന്ദുവിനെ ആ ഡോക്ടർ രാഹുൽ കല്യാണം കഴിക്കുകയും സത്യേട്ടന്റെ കല്യാണം മുടങ്ങുകയും ചെയ്താലുള്ള അവസ്ഥ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലേലും അമ്മ ഒരിക്കലെന്നെ സത്യേട്ടന് വേണ്ടി ആലോചിച്ചിരുന്നല്ലോ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്നെ മരുമകളായിട്ട് അംഗീകരിക്കാനും പറ്റും. അയ്യോടി, ഒരുപാടങ്ങ് കൊഞ്ചല്ലേ. ദാ കൊണ്ടുപോ. നിന്നേ, ഇവിടെ എന്നെ അന്വേഷിച്ച് വേറെ ആരെങ്കിലും വന്നായിരുന്നോ? ഇല്ലമ്മേ, എന്റെ അച്ഛനും അമ്മ അല്ലാതെ വേറെ ആരും വന്നിരുന്നില്ല. ആ ശരി ശരി, പൊക്കോ. അപ്പൊ സ്വർണം ചോദിച്ച് സച്ചി ഇതുവരെ ആരെയും വിളിച്ചിട്ട് പോലുമില്ല. ഹർഷ പറഞ്ഞതുപോലെ നാളെ തന്നെ അത് ഇവിടുന്ന് മാറ്റണം.